ദീപു രാജീവൻ, ഗോവിന്ദ് വിഷ്ണു എന്നിവർ ചേർത്ത് കഥയും തിരക്കഥയും എഴുതിയ, ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ദാവീദ്, ആന്റണി വർഗീസ് പെപ്പെ നായകനായ ചിത്രം ഒരു എന്താ പറയുക, ബോക്സിംഗ് ചിത്രമാണ്. നമ്മൾ ശരത്പാട്ട പരമ്പര എന്ന ചിത്രമൊക്കെ കണ്ടിരിക്കുന്നത് നമ്മൾക്ക്. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു അനുഭവമാണ് ദാവീദ്. നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അത്യാവശ്യം സാധാരണഗതി നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ തൊഴിലില്ലാതെ അല്ലെങ്കിൽ ചുമ്മാ ആ ഒരു ബൗൺസറായിട്ട് മാത്രം ജോലിക്ക് പോകുന്ന ആന്റണി വർഗീസ്, അല്ലെങ്കിൽ നമ്മുടെ പെപ്പയുടെ കഥാപാത്രത്തിൻ്റെ പേര് ആഷിക് കപൂർ എന്നാണ്. ആഷിക് കപൂർ എന്ന പെപ്പെ ബൗൺസറായിട്ട് മാത്രം സിനിമാ താരങ്ങൾ വന്നിറങ്ങുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ അവർക്ക് സുരക്ഷ ഒക്കെ നൽകുന്ന ഒരാളായിട്ട്. പക്ഷേ അതിനിടയിലും എന്താ പറയുക, നമ്മുടെ നായകൻ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന. അതുമാത്രമല്ല, നമ്മുടെ ഈ പെപ്പയുടെ ഒരു ഫാമിലി, ലിജോ മോള് ഭാര്യയായിട്ട് വരും, ഒരു ഭാര്യയും ഒരു കുഞ്ഞും, അങ്ങനെ ഒരു കൊച്ചു കുടുംബം പുറമ്പോക്കിൽ താമസിക്കുന്നു. എന്ന് പറയുന്നത് ഒരു വലിയ വരുമാനമൊന്നും അധികം ഇല്ലാത്തൊരു ഫാമിലിയാണ്. അവരങ്ങനെ അങ്ങ് പോകുന്നു. കൂട്ടത്തിൽ അവൻ്റെ കൊച്ചാപ്പയായിട്ട് സൈജു കുറുപ്പ് വരുന്നുണ്ട്. സൈജു കുറുപ്പ് കൂട്ടത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൗണ്ടറുകളൊക്കെ തന്ന് നമ്മളെ രസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ ഫൈറ്റർ വരുന്നുണ്ട്, വലിയൊരു ബോക്സർ, ലോകം കണ്ട ഒരു മികച്ച ബോക്സർ വരുന്നുണ്ട്. ആ ബോക്സറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബോക്സർ 5 റൗണ്ടിൽ കൂടുതൽ എതിരാളിനെ പിടിച്ചു നിർത്തുന്നില്ല. അതിനകത്ത് തന്നെ എതിരാളിയുടെ കാര്യത്തിൽ തീരുമാനമോ, അങ്ങനെ അത്രയും ഭീകരനായ ഒരു ബോക്സർ നമ്മുടെ നാട്ടിൽ കേരളത്തിലേക്ക് വരുന്നു, കൊച്ചിയിൽ വരുന്നു. ആ ബോക്സർക്ക് സുരക്ഷയേകുന്ന ബൗൺസറായിട്ട് നമ്മുടെ പെപ്പെ, അതായത് ആഷിക് കപൂർ വരുന്നു. അവിടെ വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ബോക്സറുമായിട്ടുണ്ടാകുന്ന ഒരു കുഞ്ഞു ഫൈറ്റ്, അതിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു ഈഗോ വർക്കൗട്ട് ആകുന്നു. ആ ബോക്സറുടെ കുറച്ച് പേര് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു ഈഗോ വർക്കൗട്ട് ആകുന്ന സാഹചര്യത്തിൽ ആ ബോക്സർ നമ്മുടെ ആഷിക് കപൂറിനെ, അതായത് പെപ്പേനെ ഫൈറ്റിന് വിളിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു റിങ്ങിൽ പെപ്പേനെ ഇടിച്ച് തോപ്പിക്കുമെന്നുള്ളൊരു സാഹചര്യം, തോപ്പിക്കുമെന്നുള്ളൊരു നിശ്ചയത്തിൽ പെപ്പേനെ ഫൈറ്റിന് വിളിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അവസാനം അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഫൈറ്റുമാണ് ഈ സിനിമയുടെ ഒരു ചെറിയൊരു പ്ലോട്ട്. സംഗതി അടിപൊളി വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല സിനിമയിൽ. പെപ്പയുടെ പ്രിപ്പറേഷൻ, പിന്നെ അവസാനത്തെ ഫൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പെപ്പയുടെ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്. പാസ്റ്റിൽ പെപ്പ എന്തായിരുന്നു, അല്ലെ ആഷിക് കപൂർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ തന്നെ കിടലിലാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ആന്റണി വർഗീസ് ഒന്നും അല്ല. പുള്ളി വെയിറ്റൊക്കെ കുറച്ച് ബോഡിയൊക്കെ സെറ്റാക്കി ഒരു ചുള്ളം പയ്യനായിട്ട് വന്ന്, അത് റിങ്ങിൽ കുറച്ച് ബോക്സിങ്ങും കാര്യങ്ങളും ബെറ്റ് വെച്ചിട്ടുള്ള ബോക്സിംഗ് ആണ്. പുള്ളിനെ തോപ്പിക്കാൻ ആർക്കൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വേറുള്ളവർക്ക് വേണ്ടി ബെറ്റിൽ അകത്ത് വന്നിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച്, ഇവൻ ആർക്ക് വേണ്ടിയാണോ, പെപ്പ ആർക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്, ആ ഒരു ആളെ ജയിപ്പിക്കുക, അല്ലെ അവരുടെ ബെറ്റ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ദൗത്യം. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ബോക്സിംഗ് ഒക്കെ നിർത്തി പിന്നീട് ഫാമിലിയായിട്ട് വന്ന് അങ്ങനെ ഒരു തൊഴിലില്ലാത്ത ഒരു ഉഴപ്പി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് ജീവിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഈ വലിയ, അല്ലെങ്കിൽ ഈ കൂറ്റൻ ബോക്സറുമായിട്ട് ചെറിയൊരു കുഞ്ഞു ഫൈറ്റ് ഉണ്ടാകുകയും അതിൽ ഈ വലിയ ബോക്സർക്ക് ഒരു ചെറിയ എന്താ പറയുക, ഈഗോ വർക്കൗട്ട് ആകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ വലിയ ഫൈറ്റിലേക്ക്, ബോക്സറുമായിട്ട് റിങ്ങിലുള്ള ഫൈറ്റിലേക്ക് എത്തുന്നത്. ആ ഒരു ഫൈറ്റ് ആണ് സിനിമയുടെ ഒരു സാഹചര്യം. അപ്പോൾ എന്തായാലും വൃത്തിക്കേനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരപ്പാട്ട പരമ്പരയൊക്കെ കണ്ടതുപോലെ തന്നെ അവിടെ ആര്യയ്ക്ക് ആശാനായിട്ട് നമ്മുടെ പശുപതി വരുന്നത് പോലെ തന്നെ ഇവിടെ നമ്മുടെ പെപ്പയ്ക്ക്, അല്ലെങ്കിൽ ആഷിക് കപൂർ എന്ന ക്യാരക്ടറിന് ആശാനായിട്ട് വിജയരാഘവൻ വരുന്നുണ്ട്. ശക്തമായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ ആരും തന്നെ വെറുപ്പിച്ചിട്ടില്ല. ലക്കിഡലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. നമുക്ക് എന്താ പറയുക, ഫൈറ്റൊക്കെ നല്ല എരിക്കുന്ന ഫൈറ്റാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കൊടുക്കട തോന്നിക്കുന്ന ടൈപ്പ് ഫൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണുക. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ വില്ലൻ സംസാരിക്കുന്ന വില്ലനായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ആ ബോക്സർ, എതിരാളിയുടെ ഒരു സംസാര ശൈലി എന്ന് പറയുമ്പോൾ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ വന്നത്, നമ്മുടെ തിലകൻ ചേട്ടൻ, അതുല്യ നടനായ
നമ്മുടെ തിലകൻ ചേട്ടൻ ഇംഗ്ലീഷ് പറയുന്ന ഒരു സാഹചര്യം, ആ ഒരു ശബ്ദമൊക്കെ തിലകൻ ചേട്ടൻ്റെ ശബ്ദമൊക്കെയാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. തിലകൻ ചേട്ടനെ കൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ പറയുവാണെങ്കിൽ ക്ലൈമാക്സ് ഫൈറ്റിനോടൊക്കെ അടുത്ത് വന്നു. ഇപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് അല്ല, ക്ലൈമാക്സിലെ റിങ്ങിലുള്ള ഇടിയുടെ സമയത്ത് വന്ന BGM മ്യൂസിക് കേട്ടപ്പോൾ ഇടയ്ക്ക് നമ്മുടെ മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമ ബസൂക്കയുടെ ആ ഒരു ട്രെയിലർ അല്ലെ ടീസറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അതുമായിട്ട് ചെറിയ സാമ്യമുള്ള പോലെയൊക്കെ തോന്നി. അതിൻ്റെ തോന്നൽ മാത്രമായിരിക്കും ചിലപ്പോൾ. എന്തായാലും സിനിമ, ഈ ദാവീദ് എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പെപ്പയുടെ ഒരു കിടലൻ പ്രകടനം തന്നെയാണ്. സൈജു കുറുപ്പ്, പിന്നെ ഇടയ്ക്ക് അജു വർഗീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല നല്ല താരങ്ങൾ ഒക്കെ ഉള്ള ഒരു കിടലൻ സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.